യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു. സ്ത്രീകളുടെ ശരീരഘടന ആർത്തവ ആരംഭം മുതൽ ഗർഭാവസ്ഥ, സൂതിക കാലഘട്ടം, ആർത്തവ വിരാമം വരെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ശാരീരികവും മാനസികവുമായ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് വ്യത്യസ്ത ജോലി മേഖലകൾ കൂടി കൈകാര്യം ചെയ്യുന്നവരാണ് സ്ത്രീകൾ. ഒരേ സമയം ജോലിയും വീടും മറ്റു ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുന്നവരാണവർ. പലപ്പോഴും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരുമാണ്. പൊതുവായി എല്ലാ കാര്യങ്ങളിലും, എല്ലാ അവസ്ഥകളിലും ആരോഗ്യകരമായ ഒരു ശരീരവും മനസ്സും നിലനിർത്തി കൊണ്ടുപോകുവാൻ, കാര്യക്ഷമമായി എല്ലാത്തിനെയും സുഗമമായി കൈകാര്യം ചെയ്യാൻ സ്ത്രീകളെ യോഗാഭ്യാസം പ്രാപ്തമാക്കുന്നു. കുട്ടിക്കാലം മുതൽക്കേ തന്നെ യോഗാഭ്യാസങ്ങൾ ശീലിക്കുന്നത് കൃത്യതയുള്ള ആർത്തവ ആരംഭത്തിനും മാനസികമായ പൊരുത്തപ്പെടലിനും ആർത്തവ അനുബന്ധമായ വേദന, അമിത രക്തസ്രാവം മുതലായവ തടയാനും PCOD പോലുള്ള അവസ്ഥകളെ തടയാനും സഹായകമാണ്. ഉദാഹരണത്തിന് താടാസനം, വീരഭദ്രാസനം, ത്രികോണാസനം, പശ്ചിമോത്താനാസനം, ശിശുവാസനം, ഭുജംഗാസനം, പവനമുക്താസനം മുതലായ യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, യോഗ അനുശാസിക്കുന്ന മിതമായ അളവിലുള്ള അമ്ലത അഥവാ അസിഡിക് അംശം കുറഞ്ഞ ആഹാരവുമെല്ലാം ആർത്തവാനുബന്ധമായ സാധാരണഗതിയിലുള്ള വേദനയുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ആ സമയത്തെ മൂഡ് വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകളെ കുറയ്ക്കുന്നതിനും വളരെ ഫലപ്രദമാണ്. യോഗാഭ്യാസങ്ങൾ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയം മെച്ചപ്പെടുത്തുന്നതിനാൽ ഇന്ന് വളരെ സാധാരണമായി കൗമാരത്തിൽ തന്നെ കണ്ടുവരുന്ന PCOD, തൈറോയിഡ്, അമിതവണ്ണം തുടങ്ങിയ അവസ്ഥകളെ തടയാൻ സഹായിക്കുന്നു. ഇവയിൽ മറ്റ് വ്യായാമങ്ങളോടൊപ്പമോ അല്ലാതെയോ യോഗ അഭ്യസിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്കും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഫലപ്രദമാണ്. അടുത്തതായി, ഗർഭകാലത്ത് യോഗ ശരീരമനസ്സുകളുടെ റിലാക്സേഷന് വേണ്ടിയും പെൽവിക് പേശികൾക്ക് ബലം കൊടുക്കാനും നടുവേദന പോലുള്ള ശാരീരിക അസ്വസ്ഥതകളെ കുറയ്ക്കാനും പ്രസവം സുഗമമാക്കാനും വളരെ സഹായകമാണ്. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ധ്യാനം, ക്യുക്ക് റിലാക്സേഷൻ, ഇൻസ്റ്റന്റ് റിലാക്സേഷൻ തുടങ്ങിയ റിലാക്സേഷൻ രീതികൾ മുതലായവ ഗർഭാവസ്ഥയിൽ തുടക്കം മുതൽ അഭ്യസിക്കാവുന്നതാണ്. ആദ്യ മാസങ്ങളിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ, അതായത് ലൂസനിങ് എക്സസൈസുകൾ, ലഘുവായ താടാസനം, ദണ്ഡാസനം, ശിഥിലദണ്ഡാസനം, അർദ്ധകടി ചക്രാസനം, വജ്രാസനം, പാദഹസ്താസനം, ശവാസനം തുടങ്ങിയ യോഗാസനങ്ങളും നാഡീശോധന പ്രാണായാമം, ധ്യാനം മുതലായവയും വിദഗ്ധ നിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ്. അവസാനത്തെ മാസങ്ങളിൽ, അതായത് 8-9 മാസങ്ങളിൽ മുകളിൽ പറഞ്ഞവയോടൊപ്പം വീരഭദ്രാസനം, സുഖാസനം, ബദ്ധകോണാസനം മുതലായവയും സഹായകമാണ്. പ്രസവശേഷം ഏതാണ്ട് 4 ആഴ്ചകൾ മുതൽ 6 ആഴ്ചകൾക്ക് ശേഷം യോഗാസനങ്ങൾ മെല്ലെ ക്രമാനുഗതമായി വിദഗ്ധ നിർദ്ദേശാനുസരണം ചെയ്യാം. നാഡീശോധന പ്രാണായാമം, ധ്യാനം, റിലാക്സേഷൻ രീതികൾ മുതലായവ പ്രസവശേഷം ഉടനെ ആരംഭിക്കാവുന്നതും ഗർഭകാലത്തിൽ തുടക്കം മുതൽ ചെയ്യുന്നത് പോസ്റ്റ്പാർട്ടം ബ്ലൂ അഥവാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മുതലായവയെ തടയാനും സഹായകമാണ്. പ്രസവശേഷം ഉടനെ തന്നെ യോഗയിലെ മൂലബന്ധം ചെയ്യുന്നത് പെൽവിക് ഫ്ലോർ എക്സസൈസുകളുടെ സമാനമായ ഗുണം ചെയ്യുന്നതും പെൽവിക് മസിലുകളെ ബലപ്പെടുത്തുന്നതിനും സഹായകമാണ്. അതേപോലെ ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലഷസ്, ചൂട്, പുകച്ചിൽ, വിയർപ്പ് മുതലായവയും ശാരീരിക ക്ഷീണം, ശരീരഭാരം വർദ്ധിക്കാനുള്ള സാധ്യത, വിഷാദം പോലുള്ള മൂഡ് വ്യതിയാനങ്ങൾ മുതലായവയെ നിയന്ത്രിക്കാനും പേശീബലം വർദ്ധിപ്പിക്കാനും യോഗ ഫലപ്രദമാണ്. ഒരു പെരിമെനോപോസൽ സമയത്ത് തന്നെ, അതായത് ആർത്തവ വിരാമത്തോടടുക്കുന്ന സമയത്ത് തന്നെ ഇവയെല്ലാം ശീലിക്കുന്നത് ആർത്തവ വിരാമ സമയം വളരെ സുഗമമായി കടന്നു പോകുവാൻ സഹായിക്കുന്നു. സ്ത്രീകൾ മറ്റ് എക്സസൈസുകൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യുന്നതിൽ ആണെങ്കിൽ കൂടി ദിവസവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ലഘുവായ യോഗ, സ്ട്രെച്ചിങ് വ്യായാമങ്ങൾക്കും നാഡീശോധന പ്രാണായാമം, 10 മിനിറ്റ് ധ്യാനം മുതലായവയ്ക്കായി മാറ്റിവെക്കുന്നത് അവരുടെ പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പല സൈക്കോസൊമാറ്റിക് രോഗാവസ്ഥകളെയും മെറ്റബോളിക് രോഗാവസ്ഥകളെയും അസ്ഥിസന്ധിഗത രോഗങ്ങളെയും തടയുന്നതിനും ഫലപ്രദമാണ്. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരാനുള്ള പ്രചോദനമായും നല്ല മാനസികാവസ്ഥ നിലനിർത്തുന്നത് വഴി ഓരോ കാര്യങ്ങളും നന്നായി മുഴുകി ആസ്വദിച്ച് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നത് മാനസിക സമ്മർദ്ദത്തെ ഒഴിവാക്കി നല്ലൊരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നു. യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.